നമസ്കാരം, ഞാൻ അഖിൽ. ASEC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സമാന്തര ശ്രേണിയുടെ തുടർച്ചയാണ്. മുൻ ക്ലാസ്സുകളെല്ലാം പ്ലേലിസ്റ്റിലാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണുക, തുടർച്ചയായിട്ട് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തുകയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിപ്പിച്ച് നിർത്തുമായിരുന്നു. അതിൻ്റെ ബാക്കി ചോദ്യം. ഇത് ടെക്സ്റ്റ് ബുക്ക് ബേസുള്ള ക്വസ്റ്റ്യനാണ്. എന്നുവെച്ചാൽ ഇത് മിക്ക പരീക്ഷകളിലും സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ ചോദ്യത്തിന് ഞാൻ 3 വഴി കൂടെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നതാണ്. ആദ്യ ഒരു വഴി ഇച്ചിരി നീളം കൂടുതലാണ്. രണ്ടാമത് മറ്റൊരു വഴി, അതാണ് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ബെറ്റർ അതായിരിക്കും രണ്ടാമത്തെ വഴി. പിന്നെ മൂന്നാമത്തെ ഏറ്റവും എളുപ്പമുള്ള മൂന്നാമത്തെ ഒരു വഴി. ബെറ്റർ പക്ഷേ രണ്ടാമത്തെ തന്നെയായിരിക്കും കേട്ടോ. പക്ഷേ ഈ 3 നിങ്ങൾ പഠിക്കണമെന്നാണ് അഭ്യർത്ഥന. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഒന്നും കൂടെ ആദ്യത്തെ വഴി കണ്ടിട്ട് നിങ്ങൾ നിർത്തിയിട്ട് പോയി കളയില്ല. ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, 6, 10, 14 എന്ന എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക എന്നതാണ് ചോദ്യം. അപ്പം 6, 10, 14 എക്സെട്ര എന്ന് പറയുന്ന ഒരു ശ്രേണി ഇതായിരിക്കുന്നു. 6, 10, 14 എക്സെട്ര. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക അതിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക, ഈ ശ്രേണിയിലെ അടുത്ത 20 പദങ്ങളുടെ തുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണേ. അപ്പോൾ യഥാർത്ഥത്തിൽ സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തും അത് n/2 × 2a + n-1 × d. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം a ആദ്യ പദം എന്ന് പറഞ്ഞാൽ 6 ആണ്. d പൊതുവ്യത്യാസം 10 ൽ 6 കുറയ്ക്കണം 4 ആണ്. പിന്നെ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് അത് n 20 ആണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ 20 പദങ്ങളുടെ തുക S20 നമ്മളത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 20/2 × 2a. എത്രയാണെന്ന് അന്വേഷിക്കുക. ആദ്യ പദം അത് 6 ആണ്. പ്ലസ് n-1 × d. n എത്ര ആയിരുന്നു? 20. 20 പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നത്. 20 - 1 19 × d. d എത്ര? 4. ദാറ്റ് ഈസ് ഇക്വൽ ടു 20/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10. 2 × 6 എത്ര? 12 പ്ലസ് 19 × 4 40. 9 × 36 76. ഓക്കെ, ഇനി അടുത്തത് 10 × 76 + 12 88. 88 × 10 880. അപ്പം ഞാനിവിടെ കണ്ടുപിടിച്ചത് ഈ ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയാണ്. ഇനി നമുക്ക് അടുത്ത 20 പദങ്ങളുടെ തുക വേണം. അടുത്ത 20 പദം എന്ന് പറഞ്ഞാൽ ഈ സീരീസിൻ്റെ 20 പദം ഈ വരിയിൽ എഴുതി വെച്ച് ഞാൻ. പിന്നെ അടുത്ത 20 പദം എന്ന് പറഞ്ഞാൽ ഈ സീരീസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 21ാമത്തെ പദം തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ 20 പദം കഴിഞ്ഞ് പിന്നെ അടുത്ത 21ാമത്തെ പദം തൊട്ടല്ലേ നെക്സ്റ്റ് 20 പദം പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ശ്രേണിയുടെ 21ാം പദം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. 21ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 21ാം പദം എങ്ങനെ കണ്ടുപിടിക്കാം? a + 20d. ഇതിൽ a എത്രയാണെന്ന് അന്വേഷിച്ചാൽ ആദ്യ പദമാണ്. ഈ ശ്രേണിയിലെ ആദ്യ പദം 6 പ്ലസ് 20 × d എത്രയാണെന്ന് അന്വേഷിച്ചാൽ 4 ആണ്. പൊതുവ്യത്യാസം 4 ആണല്ലോ. അപ്പം 6 + 80 86 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ശ്രേണിയിലെ 21ാമത്തെ പദം 86 ആണ്. അടുത്ത പദമോ 4 വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ശ്രേണിയാണ്. അപ്പോൾ അടുത്തത് എത്ര ആയിരിക്കും? 86 + 4 എത്ര? 90. പിന്നെ 90 + 4 94. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ ശ്രേണിയിലെ നെക്സ്റ്റ് 20 പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വരിയിൽ ഞാൻ എഴുതി വെച്ചു. നെക്സ്റ്റ് 20 പദങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ തുക കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിനേക്കാൾ എത്ര കൂടുതലാണ് അതൊന്ന് നോക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 20 പദങ്ങളുടെ തുകയാണ് വേണ്ടുന്നത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. n/2 എന്നാണ്. അപ്പോൾ 20/2 എന്ന് വരും. 2a എന്നാണ്. 2a എന്ന് പറഞ്ഞാൽ ആദ്യ പദം 86 പ്ലസ് n-1 20 - 1 19 × d ആണ്. d എന്ന് പറഞ്ഞാൽ എത്ര? 4. ഓക്കെ, അപ്പോൾ 20/2 എന്ന് പറഞ്ഞാൽ 10. 86 × 2 6 2 12 ഇഷ്ടം 1 8 2 16 1 17 172. 19 × 4 76. അങ്ങനെ 10 ഇത് ആടി 172 76 കൂടെ ആടി 8 7 14 2 248. 248 × 10 അടി 2480. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക അതായിരിക്കുന്നത്. നെക്സ്റ്റ് 20 പദങ്ങളുടെ തുക അതായിരിക്കുന്നത്.
ഇതിനേക്കാൾ എത്ര കൂടുതലാണിത്? അതാണ് ചോദ്യം. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? ഇതിനേക്കാൾ എത്ര കൂടുതലാണിത് എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ പോരെ. 2480 മൈനസ് ചെയ്യണം ആദ്യത്തെ 20 പദങ്ങളുടെ തുകയായ 880. കുറച്ചോ 0 0 പോയ 0, 8 8 0, 14 8 6 1, 1600 നമ്മുടെ ഉത്തരം. അപ്പം നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നു 1600. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിന് 3 വഴികൾ പറഞ്ഞു തരാമെന്നാണ്. അതിലെ ഏറ്റവും നീളം കൂടിയ വഴിയാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, ഇനി 2 വഴിയും കൂടെ ഉണ്ട്. ആ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വഴിയാണ്. നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട വഴിയാണ്. പിന്നെ മൂന്നാമത്തത് വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു വഴി. നമ്മുടെ ആൻസർ 1600 ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? 1600. നമുക്ക് നോക്കാം രണ്ടാമത്തെ വഴി. അപ്പോൾ ഈ ശ്രേണി 6, 10, 14 എക്സെട്ര ഇങ്ങനെ പോവാം. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 20 പദങ്ങൾ ഞാൻ ഈ വരിയിൽ എഴുതിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. മൊത്തം എഴുതി വെച്ചതായിട്ട് സങ്കല്പിക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് 20 പദങ്ങൾ വേണമല്ലോ. ഇതിൻ്റെ നെക്സ്റ്റ് 20 പദങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടെ പറയാണ്. ഇതിനകത്ത് 20 പദം കഴിഞ്ഞാൽ നെക്സ്റ്റ് 20 പദം ഇതിൻ്റെ 21ാമത്തെ പദം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 21ാമത്തെ പദം ഞാനൊന്ന് കണ്ടുപിടിക്കുകയാണ്. 21ാമത്തെ പദം എന്ന് പറഞ്ഞാൽ A+20D ആണ്. A എന്ന് പറഞ്ഞാൽ 6 ആണ്. പ്ലസ് 20 × D എന്ന് പറഞ്ഞാൽ 4 അല്ലേ? D എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെ 6 + 80 86 എന്ന് കിട്ടും. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ സീരീസിൻ്റെ നെക്സ്റ്റ് 20 പദം സ്റ്റാർട്ട് ചെയ്യുന്നത് 86 അടുത്തതോ 4 കൂടണം. 4 കൂടിക്കൊണ്ടിരിക്കുന്ന സീരീസ് അല്ലേ? 86 4 90. അടുത്തതോ 94. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി നമ്മളെടുത്ത് ചോദിച്ചേക്കുന്നത് ഈ സീരീസിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ 20 പദങ്ങളുടെ തുക എന്ന്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ കറസ്പോണ്ടിങ് ടൈമും എത്ര വെച്ച് കൂടി നിൽക്കുമെന്ന് നോക്കുക. അതായത് 6നെ അപേക്ഷിച്ച് 86 എത്ര കൂടുതലാണ്? 86ൽ നിന്ന് 6 കുറച്ചാൽ മതി. എത്ര? 80. 10നെ അപേക്ഷിച്ച് 90 എത്ര കൂടുതലാണ്? 90ൽ നിന്ന് 10 കുറച്ചാൽ മതി. 80. 94നെ അപേക്ഷിച്ച് 14 എത്ര കുറവാണ്? അല്ലെ 14നെ അപേക്ഷിച്ച് 97 എത്ര കൂടുതലാണ്? തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. 80. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇതെല്ലാം സെയിം ആയിരിക്കും. അടുത്തത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ 80. അടുത്തത് 80. അപ്പോൾ ഇതിൻ്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ തുക എന്ന് ചോദിച്ചാൽ ഈ ഓരോ കറസ്പോണ്ടിങ് ടൈമും കൂടി നിൽക്കുന്നത് എടുത്ത് കൂട്ടിയാൽ പോരെ. എന്നുവെച്ചാൽ ഈ 80 + 80 + 80 ചെയ്താൽ പോരെ. ഓക്കെ, ഈ 80 എത്ര ടൈംസ് ഉണ്ട്? ഈ വരിയിൽ മൊത്തം എത്ര പദമുണ്ട്? 20 പദം. അപ്പോൾ ഈ 80 യഥാർത്ഥത്തിൽ 20 ടൈംസ് ആഡ് ചെയ്യുന്നതല്ലേ നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 80 + 80 + 80 + എക്സെട്ര 20 ടൈംസ്. അപ്പോൾ 80 20 തവണ ആഡ് ചെയ്യാന്ന് വെച്ചാൽ 80 × 20 അടിച്ചാൽ പോരെ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടത്തില്ലേ? 1600. മനസ്സിലായോ? ഈ വഴി നിങ്ങൾ എല്ലാവരും പഠിക്കണമെന്നാണ് അഭ്യർത്ഥന. അപ്പോൾ ഈ സീരീസിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? അപ്പോൾ ആദ്യത്തെ 20 പദം നമ്മൾ ഈ വരിയിൽ എഴുതുന്നു. നെക്സ്റ്റ് 20 പദം അതിൻ്റെ 21ാമത്തെ പദം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കണ്ടുപിടിച്ച് താഴോട്ട് എഴുതുന്നു. ഓരോ ടൈമും എത്ര വീതം കൂടി നിൽക്കുമെന്ന് അന്വേഷിക്കുന്നു. അതെല്ലാം കൂടെ പറക്കിയിട്ട് കൂട്ടുന്നു. 80 + 80 + 80 എക്സെട്ര 20 ടൈംസ് മീൻസ് 80 × 20 1600. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ മൂന്നാമത്തെ വഴി, ഏറ്റവും എളുപ്പമുള്ളത് മൂന്നാമത്തെ വഴിയാണ്. അതുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അതുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് വായിച്ചു കളഞ്ഞോട്ടെ. എൻ്റെ മൂന്നാമത്തെ വഴി ഇവിടെ ഇട്ട് തന്നെ അങ്ങ് പറഞ്ഞുതരാം. ഏറ്റവും ഷോർട്ടായിട്ടുള്ള വഴിയാണേ, ഏറ്റവും ഷോർട്ട് കട്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ. ഈ സീരീസിൻ്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക എന്നാ ചോദ്യം. നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം അങ്ങ് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി. n²t. ഈ ആദ്യത്തെ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? ഈ 20 എന്ന് പറയുന്നതാണ് n. ഓക്കെ, അപ്പോൾ n² എന്ന് പറഞ്ഞാൽ 20ൻ്റെ സ്ക്വയർ ഇൻറ്റു d എന്ന് പറഞ്ഞാൽ ഈ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം. എത്ര പൊതുവ്യത്യാസം? 4 അല്ലേ? 4. അപ്പോൾ 20ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 400 × 4. 400 × 4 എത്ര? 1600. കണ്ടോ, ഇതേ ഉത്തരം നമുക്ക് കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വഴി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ചോദ്യം 3 വഴി. ഇനിയും ഉണ്ട് കേട്ടോ. ഇനി ഇതിന് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? നിങ്ങൾ ആദ്യം 40 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. എന്നിട്ട് ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിച്ച് കുറയ്ക്കുക. അപ്പം നെക്സ്റ്റ് 20 പദങ്ങളുടെ തുക കിട്ടും. പിന്നെ അതും
ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും എടുക്കുക. എന്നുവെച്ചാൽ ആദ്യത്തെ 40 പദങ്ങളുടെ തുകയ്ക്കകത്ത് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയുടെ ഇരട്ടി കുറച്ചാൽ മതി. അപ്പോഴും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. 20 മൊത്തത്തിൽ 40 പദങ്ങളുടെ തുകയ്ക്കകത്ത് 20 പദങ്ങളുടെ തുക, ആദ്യത്തെ 20 പദങ്ങളുടെ തുകയുടെ ഇരട്ടി അങ്ങ് കുറച്ചാൽ മതി. അപ്പോഴും ഈ ഉത്തരം കിട്ടും. ഞാൻ അത് ചെയ്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ 3 മെത്തേഡാണ് ഏറ്റവും ബെറ്റർ. അതിൽ രണ്ടാമത്തത് ഏറ്റവും സൂപ്പർ കേട്ടോ. രണ്ടാമത്തെ ഇത് ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത ദിവസം നോക്കിയാലോ. 5, 11, 17 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 പദങ്ങളുടെ തുക? ആദ്യം ഇതിൻ്റെ 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത്, നെക്സ്റ്റ് അടുത്ത 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നു. ഇതിനേക്കാൾ എത്ര കൂടുതലാണ് അത് നോക്കുന്നത്. അതിൽ ആദ്യത്തെ വഴി ഞാൻ ചെയ്യുന്നില്ല, ബാക്കി 2 വഴിയും ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 5, 11, 17 എക്സെട്ര എന്ന ശ്രേണിയിലെ 30 പദങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ച്. പിന്നെ അടുത്ത 30 പദങ്ങൾ വേണമല്ലോ, അത് ഞാൻ താഴോട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഈ ശ്രേണിയിലെ 30 കഴിഞ്ഞ് 31ാമത്തെ പദം കണ്ടുപിടിച്ചാലേ നമുക്കതിന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 31ാമത്തെ പദം ഞാൻ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. 31ാമത്തെ പദം എന്ന് പറഞ്ഞാൽ A+30D ആണല്ലോ. ഇവിടെ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യ പദം 5 പ്ലസ് 30 × D. D എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം. എത്ര വെച്ചാൽ കൂടുന്നത്? 6 വെച്ചല്ലേ കൂടുന്നത്? 6. അങ്ങനെ 5 പ്ലസ് 6 3 18 180. അങ്ങനെ 185 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ 185. പിന്നെ 6 കൂട്ടിയാൽ മതി, 191. പിന്നെ 197. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 പദങ്ങളുടെ തുക എന്ന് ചോദ്യം. അപ്പോൾ ഇതിനേക്കാൾ എത്ര കൂടിയാണ് ഇത് നിൽക്കുന്നത്? 180 ആണ്. ഇപ്പം 191 നിന്ന് 11 കുറയ്ക്കാതെ 180 ആണ്. ഇതിൽ നിന്ന് 17 കുറയ്ക്കാതെ 180 ആണ്. ഇനി ഇതെല്ലാം കൂടെ എടുത്ത് കൂട്ടിയാൽ മതി. ഇത് എത്ര ടൈംസ് ഉണ്ടെന്ന് എപ്പോഴും നിങ്ങൾ നോക്കണം. ഇത് എത്ര ടൈംസാണ് ഉള്ളത്? 30 ടൈംസ്. എന്നുവെച്ചാൽ 180 അധികം 180 അധികം 180 അധികം അങ്ങനെ 30 വട്ടം എഴുതി കൂട്ടണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? നിങ്ങൾ പറ. 180 30 വട്ടം കൂട്ടുക എന്ന് പറഞ്ഞാൽ 180 × 30 ചെയ്താൽ പോരെ? 18 × 3 54. പിന്നെ 2 0 ഉണ്ട്. 5400 ഉത്തരം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മറ്റൊരു വഴി എന്തുവായിരുന്നു? ഒറ്റയടിക്ക് ഉത്തരം എഴുതാം. ആൻസർ n²d. ഓക്കെ, രണ്ടാമത്തെ ഷോർട്ട് കട്ടാണേ. n²d. ഇവിടെ n എത്രയാണ്? 30 ആണ്. അപ്പം 30ൻ്റെ സ്ക്വയർ. ഇവിടെ d എത്രയാണ്? d എന്ന് പറഞ്ഞാൽ 6 വെച്ചല്ലേ കൂടുന്നത്. 11 നിന്ന് 5 കുറച്ചാൽ 6 വെച്ചല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. 6. 30ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 900 × 6 9 6 54. 5400 ഉത്തരം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ആദ്യ 25 ഇരട്ടസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 25 ഇരട്ടസംഖ്യകളുടെ തുക? അപ്പം ആദ്യത്തെ വഴി ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 4 6 ഇങ്ങനെ പോകും. ഇതിൻ്റെ ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് നെക്സ്റ്റ് 25 ഇരട്ടസംഖ്യകളുടെ തുക? ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ആദ്യത്തെ 25 പദങ്ങൾ ഇവിടെ എഴുതി. ഇനി 26ാമത്തെ പദം കണ്ടുപിടിക്കണം. 26ാമത്തെ പദം ഒറ്റയടിക്ക് എഴുതാം. ഇരട്ടസംഖ്യയാണ് കേട്ടോ. ഒന്നാമത്തെ ഇരട്ടസംഖ്യ 2, രണ്ടാമത്തെ ഇരട്ടസംഖ്യ 4, 30ാമത്തെ ഇരട്ടസംഖ്യ 60, 100ാമത്തെ ഇരട്ടസംഖ്യ 200. എപ്പോഴും ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ 25 എണ്ണം കഴിഞ്ഞ് പിന്നെ 26ാമത്തെ ഇരട്ടസംഖ്യ 52 ആയിരിക്കും ആദ്യ പദമാകുന്നത്. ഇനി എല്ലാം എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ 26ാം പദം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. 26ാം പദം എങ്ങനെ വരുന്നതെന്ന് അറിയാമല്ലോ. അത് 25 പദം ഈ വരിയിൽ വരുന്നു, അടുത്ത 25 പദം ഇവിടെ വരുന്നു. അപ്പോൾ 25 കഴിഞ്ഞിട്ട് 26ാമത്തെ പദം തൊട്ടാണല്ലോ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 26ാം പദം എന്ന് പറഞ്ഞാൽ A+25D. ഇവിടെ A എന്ന് പറഞ്ഞാൽ ആദ്യ പദമായ 2 പ്ലസ് 25 × D എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം. അതും 2 തന്നെ അല്ലേ? 2. അങ്ങനെ 2 + 50 50 + 2 52. എന്നുവെച്ചാൽ 26ാമത്തെ ഇരട്ടസംഖ്യ 52 ആണ്. ഓക്കെ, 52. പിന്നെ എത്ര? 2 വെച്ച് കൂടും. 54 56 എക്സെട്ര. ഇതിൻ്റെ 25 എണ്ണത്തിൻ്റെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ഇതിൻ്റെ 25 എണ്ണത്തിൻ്റെ തുക? 2നേക്കാൾ എത്ര കൂടിയാണ് 52 ഇരിക്കുന്നത്? 52 നിന്ന് 2 കുറയ്ക്കുക 50, 54 നിന്ന് 4 കുറയ്ക്കുക 50, 56 നിന്ന് 6 കുറയ്ക്കുക 50. ഇതെല്ലാം കൂടെ കൂട്ട്. എത്ര ടൈംസ് ഉണ്ട്? 25 ടൈംസ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. 50 25 ടൈംസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 50 × 25 ചെയ്താൽ പോരെ? 50 × 25 എന്ന് പറഞ്ഞാൽ 25 125 0 1280 എന്ന് ഉത്തരം. ഓക്കെ, നമ്മുടെ ഈ മറ്റൊരു എളുപ്പവഴി എന്തുവായിരുന്നു? n²d. ഇവിടെ n എത്രയാണ്? ഈ 2 4 6 എന്ന് പറയുന്ന ഇരട്ടസംഖ്യകളിൽ ആദ്യം 25 ഇരട്ടസംഖ്യകളുടെ തുക എന്നാണ് പറയുന്നത്. അപ്പോൾ n 25 ആണ്. 25ൻ്റെ സ്ക്വയർ. d എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? ഇരട്ടസംഖ്യയെ സംബന്ധിച്ചിടത്തുള്ള 2 അല്ലേ? 25ൻ്റെ സ്ക്വയർ എത്ര? 625 × 2 1250 അല്ലേ? 625 × 2 1250. മനസ്സിലായില്ലേ? 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ആദ്യ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം. 3, 8, 13 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? ഞാൻ ഇവിടെ 20 ഇട്ടത് ഇതേവരെ ഇഷ്ടം പോലെ ഇട്ടത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എല്ലാം 20 ആയിരുന്നു. ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ്, അവിടെ 20 ആണ്. അപ്പോൾ നമുക്ക് 20 എഴുതിയിരിക്കട്ടെ. അപ്പോൾ നാളെ ഇത് വരുവാണെങ്കിൽ 20 തന്നെ ആയിരിക്കും. ഈ അടുത്ത സമയത്ത് വന്നിട്ടുണ്ട്, അപ്പോഴും 20 ആയിരുന്നു. അതുകൊണ്ട് മാത്രം ഇട്ടതാണ് കേട്ടോ. അപ്പോൾ 3, 8, 13 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് വരുന്നത്? ആദ്യത്തെ 20 ഒറ്റസംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 ഒറ്റസംഖ്യകളുടെ തുക? അപ്പോൾ ആൻസർ കമൻറ്റ് ചെയ്തേക്കാം. വീണ്ടും